നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഈവൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ഞങ്ങൾക്ക് സഹായം എത്തിക്കൂ, ഞങ്ങൾക്ക് മരുന്നില്ല, ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണമില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് പണമില്ല, നിങ്ങൾ സഹായിക്കും എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടോ? പ്രളയത്തിൽ ആരാണ് കൂടുതൽ തള്ളു നടത്തിയത്? പ്രളയത്തിന് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ആളുകളെ പാനിക്കാക്കിക്കൊണ്ടുള്ള പത്രസ്മരണം ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി സൈഡായിക്കൊണ്ട് ഒന്നാം ഷോ കാണിച്ചില്ല. വി ഡി സതീശൻ വേഴ്സസ് പിണറായി വിജയൻ, ആരായിരുന്നു ബെറ്റർ ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്തത്? വി ഡി സതീശൻ പോരായ്മ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? കേരളത്തിലെ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെ ഒരിടത്ത് ഇരുത്തുന്നു. 14 ജില്ലകളെ ഏകോപിക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് വെളിയിൽ നിന്നുള്ള ആളുകൾ അരിയും ചാക്കും പയറും പപ്പടമായിട്ട് വരുന്ന പരിപാടി നിർത്തി. കൃഷിനാശം വന്നവർക്ക് 3 ഇരട്ടിയായിട്ട് കൂട്ടി, ചരിത്രത്തിലില്ലാത്തവണ്ണം കൂട്ടി. ആളുകളെ പാനിക്കാക്കാതെ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പ്രളയ ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞ് ഫണ്ടുണ്ടാക്കി അതിൽ നിന്ന് സഖാക്കന്മാർ ഊറ്റിക്കൊണ്ടുപോയി എത്ര സംഭവം ഉണ്ടായത്. പ്രളയം പ്രളയം കഴിഞ്ഞ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നൊരു വിഷയമാണ്. പ്രളയത്തിൽ ആരാണ് കൂടുതൽ തള്ളു നടത്തിയത്? കാരണം പല രീതിയിൽ നിന്നും അപ്പുറത്ത് നിന്ന് 2018 പിണറായി വിജയൻ അത് ചെയ്തു, അല്ലെങ്കിൽ വി ഡി സതീശൻ അത് ചെയ്തു, വി ഡി സതീശൻ ഇങ്ങനെ ചെയ്തില്ല, പിണറായി വിജയൻ അത് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ്. കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥുമായി ബന്ധപ്പെട്ട് PC വിഷ്ണുനാഥ് വന്നിട്ടേ ഇല്ല എന്ന് ജനീഷ് കുമാർ പറയുന്നൊരു വിഷയം. യഥാർത്ഥത്തിൽ ഈ പ്രളയത്തിൽ ആരാണ് കൂടുതൽ തള്ളിയത്? ഒരു കാര്യം പറയാം, പ്രളയത്തിന് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ആളുകളെ പാനിക്കാക്കിക്കൊണ്ടുള്ള പത്രസ്മരണം ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി സൈഡായിക്കൊണ്ട് ഒന്നാം ഷോ കാണിച്ചില്ല. ആളുകളെ സഹായിക്കൂ, കൊച്ചു കുട്ടികളെ കുടുക്ക പൊട്ടിക്കൂ, സൈക്കിളുകൾ വാങ്ങാൻ പറ്റുന്ന കാശെടുത്ത് ഞങ്ങൾക്ക് തരൂ, ലോക മലയാളികളെ ഞങ്ങളുടെ ഇതിലേക്ക് ദുരിതാശ്വാസ ഇതിലേക്ക് പണം വയ്ക്കൂ എന്ന് പറഞ്ഞില്ല. സിസ്റ്റം വർക്കൗട്ട് ചെയ്തു. എങ്ങനെ സിസ്റ്റം വർക്കൗട്ട് ചെയ്തു? ആളുകളെ പാനിക്കാക്കിയില്ല ആണല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെ ഒരിടത്ത് ഇരുത്തുന്നു. 14 ജില്ലകളെ ഏകോപിക്കാൻ പറയുന്നു. ഓരോ ജില്ലയിൽ ഒരു മന്ത്രി പോയി താമസിക്കുന്നു, സ്പോട്ടിൽ താമസിക്കുന്നു, അതിനെ നേരിട്ട് ഏകോപിപ്പിക്കുന്നു. 140 MLA-മാരെയും നേരിട്ട് മുഖ്യമന്ത്രി വിളിക്കുന്നു. ആ 140-ൽ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടവരുടെ വിളികൾ ആദ്യം കേൾക്കുന്നു. എവിടെയാണ് പ്രശ്നം? എന്താണ് വേണ്ടത്? ഫണ്ടിൻ്റെ പ്രശ്നം വന്നോ? ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് വെളിയിൽ നിന്നുള്ള ആളുകൾ അരിയും ചാക്കും പയറും പപ്പടമായിട്ട് വരുന്ന പരിപാടി നിർത്തി. അതിൻ്റെ പേര് 25 രൂപ ആട്ടോറിക്ഷ കൂലി വാങ്ങിക്കുന്ന നിർത്തി. പഞ്ചായത്തിനോട് പറഞ്ഞു ആവശ്യമുള്ള സാധനം എത്തിക്കൂ, അതിന് പ്രത്യേക ഫണ്ട്, അതിന് പ്രത്യേക സഹായം. കൃഷിനാശം വന്നവർക്ക് 3 ഇരട്ടിയായിട്ട് കൂട്ടി, ചരിത്രത്തിലില്ലാത്തവണ്ണം കൂട്ടി. വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം അല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്? 4 ലക്ഷം, അത് 7 ലക്ഷം ആക്കി കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായി? ജീവനോപാധികൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ പാനിക്കാക്കാതെ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പ്രളയ ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞ് ഫണ്ടുണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് സഖാക്കന്മാർ ഊറ്റിക്കൊണ്ടുപോയി എത്ര സംഭവം ഉണ്ടായത്. കളമശ്ശേരിയിൽ, എറണാകുളത്ത്, ഞാൻ സഖാക്കന്മാരുടെ പേര് പറയണ ഇല്ല, കഴിഞ്ഞ ദിവസം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഭാര്യയും ഭർത്താവും കൂടെ തട്ടിയില്ലേ? അതെ. ഇനി അത് വേണ്ടെന്ന് വെച്ചു. ആവശ്യം വന്നാൽ ജനങ്ങളുടെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വന്നാൽ അത് ചോദിക്കും, പക്ഷെ പാനിക്കാക്കിയിട്ടല്ല. ഇപ്പം സിസ്റ്റം വർക്ക് ചെയ്തു, ഗവൺമെൻറ് മെഷർ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ മെഷറി എല്ലായിടത്തും ഉണ്ടായി. ശരിയല്ലേ? കുറ്റങ്ങളും കുറവ് പറയാൻ വേണ്ടിയിട്ട് പലരെയും കൊണ്ട് വന്ന് നിർത്തി പറയിച്ചല്ലോ. പറഞ്ഞവർ തന്നെ മാറ്റി പറഞ്ഞല്ലോ, മാറ്റി പറഞ്ഞവരെ കൊണ്ട് വീണ്ടും മാറ്റി പറഞ്ഞിച്ചല്ലോ. നാടകം നടത്തേണ്ടി വന്നില്ലേ? ആണോ അല്ലയോ? അതെ. പല അമ്മമാരെ കൊണ്ട് നാടകം നടത്തേണ്ടി വന്നില്ലേ? പക്ഷെ നിങ്ങൾ നോക്കൂ, മറ്റെന്താ സംഭവിക്കുന്നത്? നിലവിളി, പണം പിരിവ്, സാലറി ചലഞ്ച്, സാലറി കട്ട് ചെയ്യൽ. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ 1 രൂപ കട്ട് ചെയ്തോ? ഇല്ല. കട്ട് ചെയ്യൽ, എല്ലാം കൂടെ വാങ്ങി ഒരിടത്ത് വെക്കൽ, 10 പൈസ കൊടുക്കാതിരിക്കൽ. റാന്നിയിലെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടില്ല പണം, ഇപ്പം കിട്ടണം, ഇപ്പം കിട്ടും. അതാ വ്യത്യാസം. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ കയ്യിൽ കിടക്കുന്ന വളകൾ, കമ്മലുകൾ, മാലകൾ, ആടുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന നമ്മൾ കാണാം. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആരും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണാം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഈവൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ഞങ്ങൾക്ക് സഹായം എത്തിക്കൂ, ഞങ്ങൾക്ക് മരുന്നില്ല, ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണമില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് പണമില്ല, നിങ്ങൾ സഹായിക്കും എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടോ? ആകെ കോന്നി MLA പറയുന്നത് കേട്ടിരുന്നു. കോന്നി MLA പറഞ്ഞെന്താ? കോന്നി MLA കള്ളമല്ലേ പറഞ്ഞത്?
PC വിശ്വനാഥിനോടൊപ്പം അടുത്തിരുത്തി കാര്യങ്ങൾ ആലോചിക്കുകയും പത്രസമ്മേളനം നടത്തുകയും പല കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്തിട്ട് പറഞ്ഞെന്താണ്, എന്നെ ഒന്നിനും വിളിച്ചില്ല എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രളയം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഞങ്ങൾക്കതിനെക്കുറിച്ചൊരു സിസ്റ്റം ഉണ്ട് സാർ. ആ സിസ്റ്റം വർക്കൗട്ട് ചെയ്യും, ആ സിസ്റ്റം പ്രയോഗിക്കും. അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തും, എത്തുമെന്ന് ഉറപ്പുവരുത്തും. ജനങ്ങളുടെ സഹായം വേണ്ട, അല്ല, ആവശ്യം വന്നാൽ അത് ചോദിക്കും. ഞങ്ങൾക്കും കഴിയാത്ത വണ്ണം, താങ്ങാനാകാത്ത വണ്ണമാണെങ്കിൽ സഹായം ചോദിച്ചല്ലേ പറ്റൂ, അത് ചോദിക്കും. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും പിരിച്ചിട്ട് മുക്കുക, ചെലവഴിക്കാതിരിക്കുക, പ്രളയ ഫണ്ടിനെ വകമാറ്റുക, നിപ്പ ഫണ്ടിനെ വകമാറ്റുക, അതൊന്നുമില്ല. പണി കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ പ്രളയ പിന്നെ വൈദഗ്ധ്യത്തെക്കാൾ പ്രാവീണ്യം ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശൻ വേഴ്സസ് പിണറായി വിജയൻ, ആരായിരുന്നു ബെറ്റർ ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്തത്? വി ഡി സതീശൻ തന്നെയാണോ, അല്ലെങ്കിൽ വി ഡി സതീശന് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ? വി ഡി സതീശന് പോരായ്മ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം വന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പിണറായി വിജയൻ പോയോ? പിണറായി വിജയൻ പ്രളയത്തിൽ എവിടെ പോയി? കവളപ്പാറയിൽ പോയോ? എന്നാ വയനാട്ടിൽ പോയത്? എത്ര ദിവസം കഴിഞ്ഞാൽ? അപ്പോൾ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി പോകണ്ട സാർ. അതൊക്കെ പഴയ കൺസെപ്റ്റാണ്. പ്രളയമുണ്ടായ ഉടൻ തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു, എങ്കിലേ പ്രശ്നങ്ങൾ പരിഹരിക്കും. അങ്ങനെയല്ല, മുഖ്യമന്ത്രി എല്ലാം സ്ക്രീൻ ചെയ്യുന്നു, അദ്ദേഹം മുകളിൽ മേൽനോട്ടം വഹിക്കുന്നു. അതാണല്ലോ മുഖ്യമന്ത്രി. മന്ത്രിമാർ പോകുന്നു, മന്ത്രിമാർക്ക് താഴെ സിസ്റ്റം പ്രവർത്തിക്കുന്നു. MLA, തഹസിൽദാർ, കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, താഴെ തട്ടിലുള്ള സർക്കാർ ജീവനക്കാർ വരെയുള്ള ചലിപ്പിക്കുന്നു. പണം പ്രശ്നമാകുമ്പോൾ പണം ചെലുത്തി കൊടുക്കുന്നു, സഹായം ആവശ്യമുള്ളതിന് സഹായം എത്തിക്കുന്നു. മനസ്സിലാവുന്നില്ലേ? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് പറഞ്ഞത് പ്രത്യേകം കണ്ടിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പരാതി പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേകം എന്ത് ചെയ്യുന്നു, പരിശോധന നടത്തിയിട്ട് വേണ്ട ചെയ്തു കൊടുക്കുന്നു, അത് കെയർ ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ വ്യത്യാസം. ആർത്തിൽ നോക്കുമ്പോൾ ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കട്ടെ, നിപ്പയെ അമർത്തിയ കാര്യത്തിലായിരുന്നാലും, ഓക്കി അമർത്തിയ കാര്യത്തിലായിരുന്നാലും, കവളപ്പാറ ദുരന്തമെടുത്താലും, വയനാട് ദുരന്തമെടുത്താലും, ഇപ്പോൾ ഈ വിഷയത്തിലായിരുന്നാലും നോക്കുമ്പോൾ ജനങ്ങളെ പാനിക്കാക്കാതെ കൈകാര്യം ചെയ്തതിൽ മിടുക്ക് കാണിച്ചത് ഈ സർക്കാർ തന്നെയാണ്.